ശ്ലോകം 4. സകലഹരിതി ദീപ്തേ, എന്തൊക്കെ ഉണ്ടോ എല്ലാ ദിക്കും, സകല ഹരിത് എല്ലാ ദിക്കും പച്ച പിടിച്ചിട്ടുള്ളതായ സ്ഥലമാണ്. നല്ല വൃക്ഷങ്ങളൊക്കെ ഉള്ളതാണ്. അതൊക്കെ ദീപ്തം, നല്ലോണം തീ വന്ന് പിടിച്ച് കത്തി എരിയാണ്. ആ എരിയുമ്പോൾ പച്ചയിൽ ആ തീ പിടിക്കുമ്പോൾ ഒരു ശബ്ദം വരും, ഭാം ഭാം ഭാം, ഭാങ്കാരം, ഘോരഭാങ്കാര ഭീമേ, ഭയങ്കരമായ ഭാങ്കാര ശബ്ദം കേൾക്കാം. ആ പൊട്ടിത്തെറിക്കുന്ന പച്ച പൊട്ടിത്തെറിക്കുന്നതായ ശബ്ദമാണത്. ശിഖിനി വിഹതമാർഗാഹ, അവ എല്ലായിടത്തും അഗ്നി, വഴി ഏതാണെന്ന് അറിയില്ല, പശുക്കൾ എവിടെയാണെന്ന് അറിയില്ല. ശിഖിനി വിഹതമാർഗാഹ, മാർഗം നഷ്ടമായി. അർത്ഥദഗ്ധാഹ, പകുതി വെന്തു. ഇവ ആർത്താഹ, അല്ലാണ്ട് ദുഃഖിച്ചു. ആ കുട്ടികളെ പല സ്ഥലത്തായിട്ട് നിൽക്കണു. അവർ ഭഗവാനെ വിളിച്ച് കരയുകയാണ്. അഹഹ ഭുവനബന്ധോ, ഈ ഭൂമിക്ക് തന്നെ ബന്ധുവായിട്ടുള്ള ആളാണ് അങ്ങ്. എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും നാഥനായിട്ടുള്ള ആളാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് പാഹി പാഹി, ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് സർവേ ശരണമുപഗതാഹ. ഹേ ഗുരുവായൂരപ്പ, എല്ലാ കുട്ടികളും ഭഗവാനെ ശരണം പ്രാപിച്ചു. എന്തുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു? താപഹർത്താരമേകം, നമ്മുടെ എല്ലാ താപങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കാൻ സാധിക്കില്ല അവർക്ക്. പണം തരാൻ സാധിക്കുമായിരിക്കാം, നമ്മുടെ കൂടെ വരുമായിരിക്കാം, പക്ഷേ എല്ലാ ദുഃഖങ്ങളും കളയാൻ ഒരേ ഒരാളുള്ളൂ, ഭഗവാൻ മാത്രം. താപഹർത്താരമേകം. അതുകൊണ്ട് ഭഗവാനെ ഒരിക്കലും മറക്കാതെ കണ്ട് ആ ഭഗവത് ചിന്തയോടുകൂടി ഇരിക്കണം. ഒരു സുഭാഷിതമുണ്ട് അതിന്, വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപദ് വിസ്മരണം വിഷ്ണോഃ സമ്പന്നാരായണ സ്മൃതി. വിപദഃ, വിപത്തുകൾ, ആപത്തുകൾ. വിപദഃ നൈവ, ആപത്തേ അല്ല. ഏതൊക്കെ ആപത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണോ ഒന്നും ആപത്തല്ല. ഇതെന്തായി പറയണം? സമ്പദോ നൈവ സമ്പദഃ, ഏതൊക്കെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത് സമ്പത്തല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നു? അത് നാളെ പോകുന്നതാണ്. അതാണ് വിപത്തും അതെ, സമ്പത്തും അതെ. എല്ലായ്പ്പോഴും ആ വിപത്തുണ്ടാവില്ല. ഏതൊരു പാപമാണോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് ആ പാപത്തിനനുസരിച്ച് വിപത്ത് വന്നു, അത് മാറും. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഓപ്പറേഷൻ കഴിഞ്ഞു, ഉറങ്ങി മാറി. അതുണ്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ. അതാണ്. അപ്പോൾ ഒരു വിപത്തും വിപത്തല്ല, ഒരു സമ്പത്തും സമ്പത്തല്ല. പിന്നെ എന്താണ് വിപത്ത്, എന്താണ് സമ്പത്ത്? അതാണ് വിപത് വിസ്മരണം വിഷ്ണോ. ഈ വിഷ്ണുവിനെ, ഈ ഭഗവാനെ മറക്കുന്നതാണ് ഏറ്റവും വലിയ ആപത്ത്. ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ. അതിനാണ് നിരന്തരം നാമജപം ചെയ്യാൻ പറയുന്നത്. എന്നാൽ തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. ആ നാമം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം, ഏത് കർമ്മം ചെയ്യുമ്പോഴും. വിപത് വിസ്മരണം വിഷ്ണോഹോ. അപ്പോൾ വിഷ്ണുവിനെ മറക്കുന്നതാണ് വിപത്ത്. സമ്പത്ത് നാരായണ സ്മൃതി. നാരായണനെ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ, ഏതെല്ലാം വിധത്തിൽ ഓർമ്മിക്കുന്നുവോ, ക്ഷേത്ര ദർശനത്തിലൂടെ, സത്സംഗങ്ങളിലൂടെ, നാമജപങ്ങളിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നു, അത് സമ്പത്ത്.
അതിശ്രേഷ്ഠമായൊരു സുഭാഷിതമാണ്. എല്ലാ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കൂ. കാണാപ്പാഠം പഠിക്കാൻ പറയൂ. എന്താണ് നമ്മൾ നേടേണ്ടത്? നേടേണ്ടത് ഭഗവാനെ മാത്രമാണ്. അത് ഭഗവത് സ്മരണ കൊണ്ട്, ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഒരു വിപത്തും നമുക്ക് വിപത്തായിട്ട് തോന്നില്ല. വിപത്ത് വന്നു എന്ന് വരും, അത് പൂർവ്വജന്മത്തിലെ കർമ്മത്തിനനുസരിച്ച് വരുന്നതാണ്, ആ പാപത്തിനനുസരിച്ച് വരുന്നതാണ്. പക്ഷേ അത് നമ്മളെ ബാധിക്കില്ല. പ്രഹ്ലാദ ബാലനെ പോലെ എപ്പോഴും ആ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. അങ്ങനെ എല്ലാ സ്ഥലവും ആ കാട്ടുതീ കൊണ്ട് നിറഞ്ഞു. അതിഭയങ്കരമായ ശബ്ദത്തോടെയാണ് അഗ്നി പൊട്ടിത്തെറിക്കുന്നത്. പച്ച പച്ച ഇലകളിലും പച്ച വൃക്ഷങ്ങളിലുമാണ് തീ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ശബ്ദം ഭാങ്കാരം, ഭാം 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 എന്നുള്ള ശബ്ദം, അതാണ് ഭാങ്കാരം. അത് ഭീമി, ഭയങ്കരമാണ്. ആ അഗ്നിയുടെ ഇടയിൽ കൂടി ഇവർക്ക് പോകാതെ തരവില്ല. വിഹതമാർഗ. അപ്പോൾ ഇപ്പോൾ അവസ്ഥ എന്താണ്? അർത്ഥദഗ്ധാഹ, പകുതി ബന്ധ പോലെയായി ദേഹം. ആർത്താഹ, ദുഃഖിതരായി. കുട്ടികൾ പറയാൻ തുടങ്ങി, ഹേ ഭുവനബന്ധോ, ഹേ ഭഗവൻ, പാഹി പാഹീതി സർവേ, എല്ലാവരും ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ആ പശുക്കളും പറഞ്ഞിട്ടുണ്ടാവാം, നമുക്കറിയില്ല എന്ന് മാത്രം. ശരണമുപഗതാസ്വാം, ഭഗവാനെ ശരണം പ്രാപിക്കൂ. ഭഗവാൻ മാത്രമേ നമുക്ക് ശരണം തരാൻ സാധിക്കൂ, വേറെ ആർക്കും സാധ്യമല്ല. താപഹർത്താരമേകം, നമ്മുടെ എല്ലാ താപങ്ങളെയും രക്ഷിക്കുന്നവൻ ഈ ഒരേ ഒരു ഭഗവാൻ മാത്രമാണ്.